നമസ്കാരം. ഒരു കാലത്ത് മലയാള സിനിമയുടെ തിരക്കുള്ള നായികമാരിൽ ഒരാളായിരുന്നു മേനക സുരേഷ്. നിർമ്മാതാവും സംവിധായകനും നടനുമായ ജി സുരേഷ് കുമാറിനെയാണ് മേനക വിവാഹം ചെയ്തിരുന്നത്. 100-ന് മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മേനക അധികവും ചെയ്തിരിക്കുന്നത് മലയാള സിനിമകളാണ്. 27 ഒക്ടോബർ 1987-നായിരുന്നു സുരേഷ് കുമാറിന്റെയും മേനകയുടെയും വിവാഹം നടന്നത്. സുരേഷ് കുമാറിനെ കുറിച്ച് വാചാലിയായിരിക്കുകയാണ് ഇപ്പോൾ മേനക. ഫ്ലവേഴ്സ് 1 കോടി പങ്കെടുത്തപ്പോഴായിരുന്നു വിശേഷങ്ങൾ പങ്കിട്ടത്. അന്നുള്ളതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും, അതിൽ മാറ്റമൊന്നുമില്ല. സുഹൃത്തുക്കളെ എപ്പോഴും നമ്മുടെ കൂടെ കാണുകയുള്ളൂ. അപ്പോൾ ഞാൻ കാണില്ലെന്നായിരുന്നു മേനക ചോദിച്ചത്. ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. എല്ലാ മേഖലയിലുള്ളവരുമായും സൗഹൃദമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഇടപെടാറുണ്ട്. അങ്ങനെ പല ഗുലുമാലുകളിലും നമ്മൾ ചാടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. മേനക വിളിച്ചാൽ ഫോൺ എടുക്കില്ലേ എന്നും ശ്രീകണ്ഠൻ നായർ ചോദിച്ചിരുന്നു. ഭാഗ്യലക്ഷ്മി വിളിച്ചാൽ ഫോൺ എടുക്കും. ഭാഗ്യ ഡാർലിംഗ് പറയൂ എന്ന്. അവരൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളല്ലേ എന്നായിരുന്നു സുരേഷ് കുമാർ പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അദ്ദേഹത്തിനെന്നായിരുന്നു മേനകയുടെ കമന്റ്. അമൃതയിലെ ലിഫ്റ്റിൽ വെച്ചായിരുന്നു ആദ്യമായി മേനകയെ കണ്ടതെന്നായിരുന്നു സുരേഷ് പറഞ്ഞത്. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിനിടയിൽ വെച്ചാണ് ഞാൻ സുരേഷേട്ടനെ ആദ്യമായി കാണുന്നത്. ശങ്കർ അന്ന് പരിചയപ്പെട്ടിരുന്നു. അത് ഞാൻ മറന്നുപോയിരുന്നു. പിന്നീട് രതീഷേട്ടൻ കല്യാണത്തിന് ചെന്നൈയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് ഹായ് പറഞ്ഞിരുന്നു. ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. ദേവദാരു പൂത്തു എന്ന ഗാനചിത്രത്തിനിടയിൽ സെറ്റിലേക്ക് സുരേഷേട്ടൻ വന്നിരുന്നു. അന്നാണ് ശരിക്കും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. സുകുമാരി ചേച്ചിയായിരുന്നു അന്ന് പരിചയപ്പെടുത്തിയത്. സുരേഷേട്ടൻ ഡയറി എഴുതാറുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം ഡയറി എഴുത്ത് ഞാൻ നിർത്തിയെന്നായിരുന്നു സുരേഷ് കുമാറിന്റെ കമന്റ്. ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാമിന്റെ ചിത്രീകരണത്തിനിടെ മോഹൻലാൽ സുരേഷേട്ടനെ കുറിച്ച് ചോദിച്ചിരുന്നു. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ കേട്ടല്ലോ, കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ചോദിച്ചിരുന്നു. എല്ലാം അറിയാം, ഡയറി ഞാൻ വായിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു എഴുതിയത്. സത്യസന്ധമായാണ് അദ്ദേഹം ഡയറി എന്റെ കയ്യിൽ തന്നത്. ആ ദിവസങ്ങളിൽ കണ്ട സിനിമയെക്കുറിച്ചെല്ലാം എഴുതിയിരുന്നു. ആ ഡയറി ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നായിരുന്നു മേനക. സുരേഷ് എന്തുണ്ടെങ്കിലും എടുത്തടിച്ചതുപോലെ പറയും. മമ്മൂക്ക സ്നേഹം കൊണ്ടാണ് എന്നെ ഉപദേശിച്ചത്. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് പേടിയായിരുന്നു. ഇത്ര ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള ഞാൻ സുരേഷേട്ടനെ വിവാഹം ചെയ്താൽ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഭയമായിരുന്നു അദ്ദേഹത്തിന്. ആലോചിച്ചിട്ട് ചെയ്യണം. അവൻ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കുടുംബത്തിലെ രീതി വേറെ. നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം. മമ്മൂക്ക ഞങ്ങൾ എങ്ങനെ ജീവിക്കൂ എന്ന് കാണൂ എന്ന് ഞാൻ വാശിയോടെ പറഞ്ഞിരുന്നു. അന്ന് അവൾ എന്നോട് വാശിയോടെ പറഞ്ഞതാണ്. നിങ്ങൾ ജീവിച്ചു കാണിച്ചു എന്നായിരുന്നു പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ മമ്മൂക്ക പറഞ്ഞത്. 36 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പോൾ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നായിരുന്നു മേനക പറഞ്ഞത്.